ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ 12 മക്കളിൽ ഖൈദാർ, നാബിത്ത് എന്നീ 2 മക്കളുടെ വംശം മാത്രമാണ് മക്കയിൽ നിലനിന്നത്. ബാക്കിയുള്ളവരെല്ലാം പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പല ഭാഗങ്ങളിലേക്കുമായി പോയി, അല്ലെങ്കിൽ അറേബ്യയുടെ തന്നെ പല ഭാഗങ്ങളായി അവരുടെ ജീവിതം കഴിച്ചു കൂട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നാബിത്തിൻ്റെ കുടുംബവും അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയും നാമാവശേഷമാവുകയും ചെയ്യുകയാണ്. എന്നാൽ ഖൈദാറിൻ്റെ കുടുംബം മക്കയിൽ തന്നെ താമസിച്ചു. ആ കുടുംബത്തിൽ ജനിച്ച ഒരു സന്തതിയാണ് സത്യത്തിൽ അദ്നാൻ എന്ന് പറയുന്ന ആൾ. ഈ അദ്നാനിൽ നിന്നാണ് ഖുറൈശികളുടെ വംശപരമ്പര വ്യക്തമായും കൃത്യമായും ആരംഭിക്കുന്നത്. പക്ഷേ അദ്നാൻ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വേള മക്കയുടെ രാഷ്ട്രീയ അവസ്ഥയുമായി ഒത്തുപോകാൻ കഴിയാതെ വന്നതിൻ്റെ പേരിൽ അവർ മക്കയിൽ നിന്ന് നജ്ദിലേക്കും ഇറാഖിയൻ പ്രദേശങ്ങളിലേക്കും മാറി താമസിച്ചു. അപ്പോൾ മക്കയിൽ എന്താണ് നടക്കുന്നത്, ആരാണ് കാര്യങ്ങൾ കൊണ്ട് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും യാതൊരു ബന്ധവും ഈ അദ്നാനികൾക്ക് ആ കാലത്തുണ്ടായിരുന്നില്ല. മക്കയുടെ അധികാരത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഇസ്മായിൽ നബി തന്നെയായിരുന്നു മക്കയുടെ അധികാരി. അതിനുശേഷം ഇസ്മായിൽ നബിൻ്റെ മക്കളായ ഖൈദാറും നാബിത്തും അധികാരത്തിൽ വന്നു. പക്ഷേ അവർക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും അധികാരം ഏറ്റെടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ കുടുംബമായ ജുർഹും ഗോത്രക്കാരായിരുന്നു. മുളാദ് ബിൻ അംർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ജുർഹും ഗോത്രത്തിൻ്റെ തലവനായി മക്കയുടെ അധികാരത്തിലെത്തിച്ചേർന്നത്. ജുർഹും ഗോത്രക്കാർ ഏകദേശം 200 കൊല്ലക്കാലം മക്കയുടെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ദീർഘമായ ഈ 200 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ജുർഹും ഗോത്രക്കാർ വളരെ ക്രൂരന്മാരായി തീർന്നു. അപ്പോഴേക്കും തെല്ലി വികാസപ്പെട്ടു കഴിഞ്ഞ മക്കയിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ അക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വഭാവം വരെ ഭരണാധികാരികളായ ജുർഹും ഗോത്രക്കാർക്കുണ്ടായി. തീർത്ഥാടനത്തിന് വേണ്ടി മക്കയിൽ വരുന്ന ആൾക്കാരെ അനാവശ്യമായി ശല്യം ചെയ്യുക, അവരെ പിടിച്ചുപറിക്കുക, നീതീകരിക്കാനാവാത്ത നികുതികൾ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ജുർഹും ഗോത്രക്കാർ ചെയ്തിരുന്നത്. ഇതിൽ പൊറുതികെട്ട അറബികൾ ഇതിനെതിരെ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ശ്രമത്തിന് ആർക്കും മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം ഭേദിക്കാനാവാത്ത ഒരു വലിയ ശക്തിയായിരുന്നു ജുർഹും ഗോത്രക്കാർ. അതുകൊണ്ട് തന്നെ ജുർഹും ഗോത്രക്കാരെ അടക്കി നിർത്തുവാനും അധികാരത്തിൽ നിന്ന് എടുത്തൊഴിവാക്കുവാനും സധൈര്യം മുന്നോട്ട് വന്നത് ബനു ഹുസാ ഗോത്രക്കാരായിരുന്നു. ബനു ഹുസാ ഗോത്രക്കാർ ജുർഹും ഗോത്രക്കാരുമായി ഏറ്റുമുട്ടുകയും നിരന്തരമായ ഏറ്റുമുട്ടലിനൊടുവിൽ ജുർഹും ഗോത്രക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ജുർഹും ഗോത്രക്കാർ അവസാനം തങ്ങളുടെ ആധിപത്യം അവസാനിപ്പിച്ച് അവരുടെ സ്വന്തം നാടായ യമനിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് മക്കയുടെ അധികാരത്തിലെത്തിയ പുതിയ ശക്തിയാണ് അവർ ബനു ഹുസാ ഗോത്രക്കാരാണ്. ഏകദേശം 300 കൊല്ലക്കാലം പിന്നീട് മക്കയുടെ ആധിപത്യം ബനു ഹുസാ ഗോത്രക്കാരുടെ കയ്യിലായിരുന്നു. ബനു ഹുസാ ഗോത്രക്കാർ പക്ഷേ രാഷ്ട്രീയമായ എല്ലാ പാഠങ്ങളും നന്നേ പഠിച്ചവരായിരുന്നു. അവരവരുടെ എല്ലാ കാര്യങ്ങളിലും മക്കയിലെ ആൾക്കാരെ, മക്കയിലെ കുടുംബങ്ങളെ, പ്രധാനികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സ്വഭാവമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം മക്കയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം പ്രാതിനിധ്യമുണ്ടായിരുന്നു, പങ്കാളിത്തമുണ്ടായിരുന്നു. അങ്ങനെ ബനു ഹുസാ ഗോത്രക്കാർ മക്കയുടെ ആധിപത്യത്തിൽ എത്തിച്ചേരുകയും അവർ ആധിപത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഈ കാലത്താണ് നേരത്തെ മക്കയിൽ നിന്ന് നാടുവിടേണ്ടി വന്ന, ഇപ്പോൾ നജ്ദിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അദ്നാനികളിൽ ഖുസയ് ഇബ്നു കിലാബ് ജനിക്കുന്നത്. ഖുസയ് ഇബ്നു കിലാബ് അവിടെ ജനിച്ച് ഒരു യുവാവായി. വളരെ സമർത്ഥനായ, വളരെ ശക്തനായ ഒരാളായിരുന്നു ഖുസയ് ഇബ്നു കിലാബ്. ഖുസയ് ഇബ്നു കിലാബ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. തങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ അത് നജ്ദ് അല്ല, അത് ഇറാഖ് അല്ല, മറിച്ച് മക്കയാണ്. മക്കയിലെ അധികാരം എന്ന് പറയുന്നത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയ ഖുസയ് ഇബ്നു കിലാബ് മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ഹലീൽ ഇബ്നു ഹബഷ എന്ന ആളായിരുന്നു. ഹലീൽ ഇബ്നു ഹബഷയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് അധികാരം തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് തനിക്ക് കൂടെ അവകാശപ്പെട്ട ഈ അധികാരത്തിൽ തൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതിനെ സംബന്ധിച്ച് ഖുസയ് ഇബ്നു കിലാബ് ശക്തമായി ആലോചിച്ചു കൊണ്ടിരുന്നു. അതിന് അദ്ദേഹം കണ്ട ഏറ്റവും എളുപ്പ വഴി ഒരു വിവാഹമായിരുന്നു. വിവാഹപ്രായം എത്തി നിൽക്കുകയായിരുന്ന ഹലീൽ ഇബ്നു ഹബഷയുടെ മകളെ ഖുസയ് ഇബ്നു കിലാബ് വിവാഹം ആലോചിച്ചു. വളരെ സമർത്ഥനായിരുന്നു ഖുസയ് ഇബ്നു കിലാബ്.
അതുകൊണ്ട് തന്നെ തൻ്റെ മരുമകനാവാൻ വേണ്ട എല്ലാ യോഗ്യതകളും തീർച്ചയായും ഖുസൈ ബിൻ കിലാബിനുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹലീൽ ബിൻ ഹബഷ തൻ്റെ മകളെ ഖുസൈ ബിൻ കിലാബിന് വിവാഹം ചെയ്തു കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് ഭരണാധികാരിയായ ഹലീൽ ബിൻ ഹബഷ മരണപ്പെട്ടു. ഹലീൽ ബിൻ ഹബഷ മരണപ്പെട്ടപ്പോൾ അപ്പോഴേക്കും മക്കയിലെ ഒരു വികാരമെന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിയായി തീർച്ചയായും ഖുസൈ ബിൻ കിലാബ് വരണം എന്ന ഒരു വികാരമായിരുന്നു. ആ വികാരത്തിൻ്റെ ചുവട് പിടിച്ച് മക്കയുടെ ആധിപത്യത്തിലേക്ക് ഖുറൈശികളുടെ പ്രതിനിധിയായി, ഖുറൈശികളുടെ ആദ്യത്തെ പ്രതിനിധി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഖുറൈശികളുടെ പ്രതിനിധിയായ ഖുസൈ ബിൻ കിലാബ് എന്ന് പറഞ്ഞ ആളെത്തിച്ചേരുകയാണ്. അതോടുകൂടിയാണ് ഖുറൈശികളുടെ മക്കയിലുള്ള അധികാരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്.